ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മളൊരു എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം മാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് 2 പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു പുകമറ പോലെ ആയിരിക്കും മറ്റേത് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ 2 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാൻഡോ ബീമിൻ്റെ എങ്ങനെയാണ് എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡെവലപ്പ് ദ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ദ കാൻഡിലിവർ ബീം. ഓക്കെ, നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ദ കാൻഡിലിവർ ബീം അല്ലെങ്കിൽ ഫോർ ദ ബീം എലമെൻറ്റ് എന്ന് ചോദിച്ചാൽ, ബീം എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീം എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം, നോട്ട് ദ കാൻഡിലിവർ ബീം. ഓക്കെ, ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വരുമ്പോൾ പ്രൊസീജിയറിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കത് നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ കാൻഡിലിവർ ബീമിൻ്റെ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് എന്നിട്ടുണ്ട്? ഈ എ ബി എന്ന് പറയുന്ന ഒരു ബീമുണ്ട്. അതിൽ സി എന്നുള്ള പൊസിഷനിലും ഡിയിലും ബിയിലും ഓരോ ലോഡ് വെച്ചിട്ടുണ്ട്. ഈ ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ല ഈ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. 1 2 3 എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് അല്ല, ജസ്റ്റ് ആ ലോഡിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വി എന്നായിരുന്നു വെർട്ടിക്കൽ ലോഡിനെ നൊട്ടേറ്റ് ചെയ്തത്, പി ഹൊറിസോണ്ടൽ ലോഡിനെ നൊട്ടേറ്റ് ചെയ്തു, എം എന്ന് പറഞ്ഞ മൊമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ ഇവിടുത്തെ ലോഡിനെ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് 1 എന്ന് പറഞ്ഞാൽ. ഇനി ഒരു കാര്യം നിങ്ങൾ ആദ്യമേ ചിന്തിക്കുക, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 1 എന്നുള്ള പോയിന്റിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു യൂണിറ്റ് ലോഡ് കൊടുക്കണം. അതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് ഓരോന്നായിട്ട് എടുക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 1 എന്നുള്ള ലോഡിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ കേസ് 1 എന്ന് പറയുന്നത് കൺസിഡർ യൂണിറ്റ് ലോഡ് അറ്റ് 1. അപ്പോൾ ഈ 1 എന്നുള്ള പോയിന്റിൽ എന്ത് ചെയ്യുന്നു? യൂണിറ്റ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ 1 എന്നുള്ള പോയിന്റിൽ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്താൽ അടുത്ത് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ F11 എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. F11 എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന യൂണിറ്റ് ലോഡ് കാരണം 1 എന്നുള്ള പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് F11 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ ഒരു സ്ലോപ്പ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്ലോപ്പ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താണ്? നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഈ 1 എന്നുള്ള ലോഡ് കാരണം 1 എന്നുള്ള പൊസിഷനിൽ 1ൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, 1 എന്നുള്ള ലോഡ് കാരണം 1 എന്നുള്ള പൊസിഷനിൽ 1ൻ്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ 1ൻ്റെ ഡയറക്ഷനിൽ, ഈ 1ൻ്റെ ഡയറക്ഷനിൽ എന്തുവാണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ F11 വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി F21 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 1 എന്നുള്ള ലോഡ് കാരണം 2 എന്നുള്ള പൊസിഷനിൽ എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടെ എഗെയിൻ നമ്മളൊരു കാര്യം ഓർക്കണം, 2 എന്നുള്ള ലോഡ് പൊസിഷനിൽ ഒരു ലോഡുണ്ട് അല്ലേ. അവിടെ ഓൾറെഡി ഒരു ലോഡ്, വെർട്ടിക്കൽ ലോഡ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ അതേ ഡയറക്ഷനിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വേണം നമ്മൾ നോക്കാനായിട്ട്. ഓക്കെ അല്ലേ. സപ്പോസ് ഇവിടെ നമ്മൾ മൊമെൻറ്റ് എം ആണ് 2ൽ നമ്മൾ കൊടുത്തത്. ക്വസ്റ്റ്യനിൽ ഇവിടെ വെർട്ടിക്കൽ ലോഡല്ല ഉള്ളത്, പകരം എം എന്നുള്ള ലോഡാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ വരുമ്പോഴത്തേക്കും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല. അവിടെ വരുമ്പോൾ നമ്മൾ സ്ലോപ്പ് വേണം കണ്ടുപിടിക്കാൻ. കാരണം അവിടെ മൊമെൻറ്റ് കാരണം അവിടെ എന്തുണ്ടാവും? സ്ലോപ്പ് ഉണ്ടാവും. സോ ഇവിടെ ഇപ്പോൾ എന്തുവാണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വെർട്ടിക്കൽ ലോഡ് തന്നെയാണ് 2ൽ തന്നിരിക്കുന്നത്. സോ 1 എന്നുള്ള പൊസിഷനിൽ ലോഡ് ഇരിക്കുന്ന വഴി, ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്ന വഴി 2 എന്നുള്ള പൊസിഷനിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, കാരണം അവിടെ വെർട്ടിക്കൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സപ്പോസ് ഇവിടെ മൊമെൻ്റ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളെങ്ങനെ പറയുന്നു? 1 എന്നുള്ള പൊസിഷനിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നത് വഴി 2 എന്നുള്ള പൊസിഷനിൽ ഉണ്ടാവുന്ന എന്താണ്? സ്ലോപ്പ്. അതാണ് എന്തെന്ന് പറയുന്നത്? F21 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് എന്താണ് ഡെഫിനേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഇനി F31 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്നുള്ള പൊസിഷനിൽ ഒരു യൂണിറ്റ് ലോഡ് കൊടുക്കുന്നത് വഴി 3 എന്നുള്ള പൊസിഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. 3 എന്നുള്ള പൊസിഷനിൽ എന്താണുള്ളത്? അവിടെയും എഗെയിൻ വെർട്ടിക്കൽ ലോഡാണുള്ളത്. സോ ഇവിടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് F31. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ 1 2 3 എന്നും പറഞ്ഞ് നമുക്കിങ്ങനെ ലോഡിൻ്റെ ഈ ഒരു ഫിഗറൊക്കെ തരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പമായിട്ട് വരുന്നത്. ഇങ്ങനെ നോട്ടേറ്റ് ചെയ്യുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് F11ഉം F21 F31 എന്ന് മനസ്സിലായല്ലോ. എല്ലാം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം നമുക്ക് വെർട്ടിക്കൽ ലോഡ്സ് മാത്രമേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ M/EI ഡയഗ്രാം വരയ്ക്കണം. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ലോഡ് 1 ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന എ എന്നുള്ള പോയിന്റിൽ എത്രയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്? ആ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്?
1 ആണ്. 1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? L ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L ആണ്. സോ അതാണ് എന്തെന്ന് പറഞ്ഞാൽ മൊമെൻറ്റ്. സോ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? L എന്ന് വരും. M/EI ഡയഗ്രമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ L/EI എന്ന് എഴുതാം. ആൻഡ് നമുക്കറിയാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. കാരണം എന്താണ്? നമ്മളൊരു ക്യാൻഡിലോ ബീം എന്നിട്ട് ഒരു പോയിന്റ് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ലോഡിനിടയിൽ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രയാങ്കുലർ രീതിയിലായിരിക്കും വേരി ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ബേസിക്സ് ആണ്. ഓക്കെ, അപ്പോൾ M/EI ഡയഗ്രാം വരച്ചു. ഇനി അടുത്ത് വരയ്ക്കുന്നത് എന്താണ്? നമ്മുടെ കോൺജുഗേറ്റ് ബീമാണ്. ഇതെന്താണ്? നമ്മുടെ കോൺജുഗേറ്റ് ബീം. കോൺജുഗേറ്റ് ബീമിൻ്റെ പ്രത്യേകത എന്താണ്? അത് ശരിക്കും എന്താണ്? ഒരു ഇമാജിനറി ബീമാണ്. ആ ഇമാജിനറി ബീമിൻ്റെ എന്താണ്? നമ്മുടെ റിയൽ ബീമിൻ്റെ ഫിക്സഡ് എൻഡ് കോൺജുഗേറ്റ് ബീമിൻ്റെ ഫ്രീ എൻഡായി മാറും. റിയൽ ബീമിൻ്റെ ഫ്രീ എൻഡ് കോൺജുഗേറ്റ് ബീമിൻ്റെ ഫിക്സഡ് എൻഡായിട്ട് മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്? നമ്മുടെ ഈ കോൺജുഗേറ്റ് ബീമിൻ്റെ ലോഡിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ബീമിൻ്റെ M/EI ഡയഗ്രത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ റിയൽ ബീമിൻ്റെ M/EI ഡയഗ്രം നമുക്കിങ്ങനെ ഒരു ട്രയാങ്കുലർ വേരിയേഷനാണ് വന്നത്. സോ നമുക്ക് കോൺജുഗേറ്റ് ബീമിൽ എങ്ങനെയായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്? ഇതേപോലെ ട്രയാങ്കുലർ വേരിയേഷനിൽ യൂണിഫോമിലി വേരിയിങ് ലോഡാണ് നമുക്ക് വരുന്നത്. UVL, യൂണിഫോമിലി വേരിയിങ് ലോഡ്. ഓക്കെ അല്ലേ? യൂണിഫോമിലി വേരിയിങ് ലോഡ് വന്നാൽ നമുക്കതിനെ ഒരു പോയിന്റ് ലോഡായിട്ട് മാറ്റാൻ നമുക്കറിയാം എന്താണ്? ആ ലോഡിൻ്റെ ഏരിയ എടുക്കുക. അതായത് ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കിട്ടി. ഓക്കെ, ഇനി ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ആ ഡയഗ്രത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? L/3 ആയിരിക്കും. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് 2L/3. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? L/3 ഡിസ്റ്റൻസ്. അതായത് ഈ ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ L/3 ഡിസ്റ്റൻസിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? നമുക്കിപ്പോൾ എന്താണ്? സ്ലോപ്പും ഡിഫ്ലക്ഷനും ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവിടെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് മാത്രം മതി? ഡിഫ്ലക്ഷൻ മാത്രം മതി. കാരണം ഇവിടെ എല്ലാം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോൺജുഗേറ്റ് നമുക്ക് ഏത് പോയിന്റിലെ റിയൽ ബീമിലെ ഏത് പോയിന്റിലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺജുഗേറ്റ് ബീമിലെ ആ പോയിന്റിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതാണ് നമ്മൾ കോൺജുഗേറ്റ് ബീമിൻ്റെ മെത്തേഡിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. എന്താണ്? കോൺജുഗേറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു റിയൽ ബീമിൽ ആ ഒരു സ്ഥലത്തുള്ള വെർട്ടിക്കൽ ഡിഫ്ലക്ഷന് ഈക്വൽ ആയിരിക്കും. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത്? F11 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ F11 എന്ന് എന്താണ്? അവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം എന്താണ്? യൂണിറ്റ് ലോഡ് നമ്മൾ 1ൽ അപ്ലൈ ചെയ്യുന്നത് വഴി 1ൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് F11. കാരണം അവിടെ ഓൾറെഡി വെർട്ടിക്കൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും സ്ലോപ്പ് ഉണ്ടാകുന്ന എപ്പോഴാണ്? അവിടെ ഒരു മൊമെൻറ്റ് ആക്ട് ചെയ്യുമ്പോഴാണ് സ്ലോപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ F11 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റിൽ എനിക്ക് എന്ത് ചെയ്യണം? ഈ കോൺജുഗേറ്റ് ബീമിൽ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മൊമെൻറ്റ് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് എത്രയുണ്ട്? ഇത്രയും ഫോഴ്സ് അല്ലേ ഉള്ളത്. അതായത് ഇതിൻ്റെ ഏരിയ. സോ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു അതിൻ്റെ ബേസ് L/EI ഇൻറ്റു അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? L ആണ്. ഓക്കെ, നമുക്കവിടെ ഫോഴ്സ് കിട്ടി. ഞാൻ പറഞ്ഞു ആ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് L/3 ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന മൊമെൻറ്റ് എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ്. സോ ഈ ഒരു പോയിന്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 2L/3. ഓക്കെ, അതാണ് ഈ 2L/3 എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ F11 കിട്ടും. ഇനി F21 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ൽ യൂണിറ്റ് ലോഡ് കൊടുക്കുന്നത് വഴി 2 എന്നുള്ള പൊസിഷനിലുള്ള ലോഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. സോ 2 എന്നുള്ള പൊസിഷനിൽ വെർട്ടിക്കൽ ലോഡല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ഉണ്ടാവാൻ. സോ ഇവിടെ 1 യൂണിറ്റ് ലോഡ് കൊടുക്കുന്നത് വഴി ഇവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതാണ് F21 എന്ന് പറയുന്നത്. അപ്പോൾ F21 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അവിടെ വരെയുള്ള ആ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള ഈ കോൺജുഗേറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ലെഫ്റ്റ് സൈഡ്. നമുക്കിപ്പോൾ ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ഏതാണ്? ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സ് നോക്കുക, ആ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കുക. അപ്പോൾ ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഏതേ ഉള്ളൂ? ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ മാത്രമല്ലേ ഉള്ളൂ. സോ അതിൻ്റെ ഏരിയ എടുക്കുമ്പോൾ ടോട്ടൽ ഫോഴ്സ് കിട്ടും. ഹാഫ് ഇൻറ്റു L/EI ഇൻറ്റു L. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? നമുക്ക് ഇതുതൊട്ട് ഇതുവരെ എത്രയാണ്? 2L/3 ആണെന്ന് അറിയാം. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് L. അതാണ് ഇവിടെ L + 2L/3 എന്ന് എഴുതിയിരിക്കുന്നത്.
ഓക്കെ, ഇനി F31 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്നുള്ള പൊസിഷനിൽ യൂണിറ്റ് ലോഡ് കൊടുക്കുന്നത് വഴി 3 എന്നുള്ള പൊസിഷനിൽ ഓൾറെഡി ഉള്ള ലോഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. സോ F31 എന്ന് പറയുന്നത് അവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിഫ്ലക്ഷൻ ആണ്. സോ അത് നമുക്ക് എന്ത് വരും? എഗെയിൻ നമുക്ക് 3 എന്നുള്ള പൊസിഷൻ, അതേതാണ് ബി എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ കോൺജുഗേറ്റ് ബീമിൻ്റെ ബി ഡാഷ് എന്നുള്ള പോയിന്റിൽ എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള എല്ലാ ഫോഴ്സസിൻ്റെയും സം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ലോഡ് ഇത്ര മാത്രമേ ഉള്ളൂ, എഗെയിൻ ആ സെയിം തന്നെ വരും. ഇവിടെ എല്ലായിടത്തും അതേ സെയിം വാല്യൂ തന്നെ വരും. ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഡിസ്റ്റൻസ് ആണ് 2L/3 ആണ്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് L. സോ 2L + 2L/3 എന്ന് എഴുതും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസ് എങ്ങനെയാണ്? കൺസിഡർ യൂണിറ്റ് ലോഡ് അറ്റ് 2. അപ്പോൾ രണ്ടാമത്തെ കേസ്, അടുത്ത് നമ്മൾ രണ്ടാമത്തെ ഭാഗം എന്താണ്? ഡിയിലൊരു രണ്ടാമത്തെ പൊസിഷനിലൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ യൂണിറ്റ് ലോഡ് അറ്റ് 2 എന്നുള്ള പൊസിഷനിൽ ഒരു യൂണിറ്റ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെയും എഗെയിൻ F12 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്ന് പറയുന്നത്? 2 എന്നുള്ള പൊസിഷനിൽ ഞാനൊരു യൂണിറ്റ് ലോഡ് കൊടുക്കുന്നതിൻ്റെ ഫലമായി 1ൽ ഓൾറെഡി ഉള്ള ലോഡിൻ്റെ അതേ ഡയറക്ഷനിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 1ൽ ഓൾറെഡി എന്തായിരുന്നു? ഒരു വെർട്ടിക്കൽ ലോഡായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ഉണ്ടാവുന്നത്? ആണ്. സോ F12 എന്ന് പറയുന്നത് അവിടുത്തെ ഡിഫ്ലക്ഷനാണ്. സ്ലോപ്പ് എടുക്കണോ? വേണ്ട, കാരണം മൊമെൻ്റ് എവിടെ വരുന്നോ അവിടെ മാത്രമേ നമ്മൾ സ്ലോപ്പ് കൺസിഡർ ചെയ്താൽ മതി. ഇനി F22 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്ന വഴി 2ൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി F32 എന്ന് പറഞ്ഞാലോ 2ൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്ന വഴി 3 എന്നുള്ള ഭാഗത്ത് ഒരു ലോഡുണ്ട്, ആ ലോഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. സോ അതേ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, കാരണം വെർട്ടിക്കൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത് 3ൽ. സോ നമുക്ക് വീണ്ടും എഗെയിൻ ഇവിടെ വരുമ്പോഴത്തേക്കും F12 കണ്ടുപിടിക്കണം അല്ലേ? F12 എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിഫ്ലക്ഷനാണ്. ഡിഫ്ലക്ഷൻ കിട്ടാൻ ആദ്യം എന്ത് ചെയ്യണം? M/EA ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലോഡ്, ഒരു യൂണിറ്റുള്ള ലോഡ് ഇരിക്കുന്നത്. ഓക്കെ, 1 ന്യൂട്ടൺ ലോഡ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ലോഡിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഇത് ഇത്രയും L ആണ്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ L. അപ്പോൾ ടോട്ടൽ എത്രയായി? 2L ആയി. അപ്പോൾ ലോഡ് 1 ആണ്. 1 × 2L ആണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ മൊമെൻ്റ് എന്ന് പറയുന്നത് വരും 2L എന്ന് വരും. നമുക്ക് M/EA ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. 2L/EA അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് എഗെയിൻ ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ വേരിയേഷൻ. എങ്ങനെയാണ്? ലോഡിൻ്റെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ കാൻലോ ബീമിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം എങ്ങനെയായിരിക്കും? ഇങ്ങനെ ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. ഇത് നിങ്ങൾ MOSൽ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2L/EA നമുക്ക് ആ ട്രയാങ്കുലർ വേരിയേഷനുള്ള ലോഡ് കിട്ടി. ഇനി കോൺജുഗേറ്റ് ബീമിൽ എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് ബീമിൻ്റെ ലോഡിങ് കണ്ടീഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് F12 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 എന്നുള്ള പൊസിഷൻ ഇവിടെ. അപ്പോൾ ഈ കോൺജുഗേറ്റ് ബീമിൻ്റെ ഈ ഒരു പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അവിടുത്തെ ഫോഴ്സ്, അതിന് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഫോഴ്സ് നോക്കുക, അതിൻ്റെ എല്ലാം കൂടി സം ഇൻറ്റു ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രപ്പിസോയിഡ് പോലെയാണ് വരുന്നത്. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? 2 ട്രയാങ്കിൾസ് ആയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഇതൊരു ട്രയാങ്കിൾ ആൻഡ് ദിസ് ഈസ് അനദർ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഓരോ ട്രയാങ്കിളായിട്ട് ചെയ്യുക. ഓക്കെ, ആദ്യം ഞാൻ ഈ ഒരു ട്രയാങ്കിളാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും? 1/2 ഇൻറ്റു ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2L/EA ആണ്. ആൻഡ് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്. അത് എത്ര തന്നെയാണ്? L ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കിട്ടി. ഇനി ഈ ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഇവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് L/3 ആയിരിക്കും. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് 2L/3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് തന്നെയല്ലേ കണ്ടുപിടിക്കണം. സോ 2L/3 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു ആ ഡിസ്റ്റൻസ്. ഇനി സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഹൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എന്താണ് ട്രയാങ്കിൾ എന്തോ അതിനെ പറയുന്നത്? സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അതായത് സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനതിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് വരയ്ക്കുവാണേ. ഈ ഒരു ഭാഗം മാത്രം ഞാൻ എടുത്ത് വരയ്ക്കുക. ഓക്കെ, ആ ഒരു ഭാഗം നമ്മൾ എടുത്ത് വരയ്ക്കും. എന്താ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഈ ഒരു
ടോട്ടൽ ട്രയാങ്കിൾ ഞാൻ എടുത്ത് വരച്ചേക്കുവാണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. അതിൽ നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ എന്ന് പറഞ്ഞാൽ 2l/EI ആണ്. ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസ് L ആണ്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ L. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മുടെ ആദ്യം ഇത് 2l/EI വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഇൻറ്റു അതിൻ്റെ എന്താണ് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ് 2l ഈക്വൽ ടു ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ് X ഡിവൈഡഡ് ബൈ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എത്ര L. ഇതിൽ നിന്ന് നമുക്ക് X എന്ത് കിട്ടും? X ഇസ് ഈക്വൽ ടു ഈ 2ഉം 2ഉം ക്യാൻസലായി. അപ്പോൾ തെറ്റിയോ എവിടെയെങ്കിലും? ഓക്കെ, ഈക്വൽ ടു X/L. ഇത് നമുക്ക് X ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ L²/EI ഡിവൈഡഡ് ബൈ L എന്ന് വരും. സോ ഒരു L ക്യാൻസൽ ആവും. സോ L/EI എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ L/EI ആണ് നമ്മൾ ഇവിടെ ആയിട്ട് എഴുതിയിരിക്കുന്നത്. സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ L/EI നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 × L/EI × L ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കിട്ടും. ഇനി ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? L/3 ഡിസ്റ്റൻസ്. അതായത് ഇവിടെ നിന്ന് നമ്മളെപ്പോഴും ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഇത് വരുന്നുണ്ടെങ്കിൽ, ട്രയാങ്കിൾ യൂണിഫോംലി വേരിയിങ് ലോഡ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് L ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് L/3 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ വരും. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് L/3. അപ്പോൾ നമ്മുടെ 1/2 × L/EI × L. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആയി ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? L/3 ആണ്. സോ നമുക്ക് F12 കിട്ടി. ഇനി F22 ആണോ അല്ലേ? F22 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു ആ ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഡിസ്റ്റൻസ്. സോ 1/2 ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണ്? 1/2 ബേസ് 2l/EI ഇൻറ്റു ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് 2l ഇൻറ്റു നമുക്ക് ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് വേണം. ഇത് L/3 ആണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര വരും? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/3 അല്ല, നമ്മുടെ ഇവിടെ എത്രയാണ്? 2l വരും അല്ലേ? ആ 2lൻ്റെ L/3 എന്ത് ചെയ്യുന്നത്? സോറി 2lൻ്റെ നമ്മളെപ്പോഴും പറയുന്നത് L/3 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ലെങ്ത് L ആകുമ്പോൾ അതിൻ്റെ L/3 ഡിസ്റ്റൻസ്. ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഇറ്റ് ഈസ് 2l. സോ ആ 2lൻ്റെ എന്താണ് 1/3 ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടേ? അപ്പോൾ 2/3 ഓഫ് 2l എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ 1/3 ആണെങ്കിൽ ഇവിടെ എത്രയായി? 2/3 ആയി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ 1/3 ഓഫ് 2l ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2/3 ഓഫ് 2l ടോട്ടൽ ഡിസ്റ്റൻസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് F22 കിട്ടി. ഇനി F32 എന്ന് പറയുന്നത് എന്ത് വരും? F32 എന്ന് പറയുന്നത് എഗെയിൻ ഇവിടുത്തെ ഏരിയ 1/2 × 2l/EI × 2l. ഇനി അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു 2/3 ഓഫ് 2l. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസും കൂടി ഇല്ലേ? ദാറ്റ് ഈസ് L. അപ്പോൾ നമുക്ക് F32 കിട്ടി. ഇനി കൺസിഡർ ലോഡ് അറ്റ് 3. ലോഡ് അറ്റ് 3 എന്ന് പറയുമ്പോഴത്തേക്കും 3 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അത് കാരണം 1, 2, 3 പൊസിഷനിൽ വരുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. F13 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? യൂണിറ്റ് ലോഡ് 3 ആക്ട് ചെയ്യുന്ന വഴി 1ൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. 1ൽ എന്ത് ലോഡാണോ അതിൻ്റെ അതേ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. സപ്പോസ് ഈ ഒരു ലോഡ് താഴോട്ടല്ല, പകരം മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിലോ? അതായത് യൂണിറ്റ് ലോഡ് 1 ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഇതിൻ്റെ ഈ ഒരു ഡയഗ്രാം, ഡിഫ്ലക്ഷൻ ഡയഗ്രാം എങ്ങനെ വരും? ഇങ്ങനെയല്ലേ വരുന്നത്? ആണ്. അപ്പോൾ അന്നേരം വരുമ്പോഴത്തേക്കും നമ്മുടെ F13 എന്ന് പറയുന്നത് 1ൽ ഓൾറെഡി ഒരു വെർട്ടിക്കൽ ലോഡ് താഴേക്കാണുള്ളത്. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ ഒരു യൂണിറ്റ് ലോഡ് വന്നത് വഴി ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ് വരുന്നത്. സോ അവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടി വരും F13 കണ്ടുപിടിക്കുമ്പോൾ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ ഓൾറെഡി
ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് തെറ്റാതിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, 1 യൂണിറ്റ് ലോഡ് കൊടുക്കുന്നത് വഴി 3 ഈ ഒരു F13 എന്താണ് 3 യൂണിറ്റ് ലോഡ് കൊടുക്കുന്നത് വഴി ഓക്കെ 3 ഞാനൊരു യൂണിറ്റ് ലോഡ് കൊടുത്തു. ബട്ട് ഇങ്ങനെയാണ് കൊടുത്തത്, അപ്വേർഡായിട്ടാണ് കൊടുത്തത്. 1 ഉണ്ടാകുന്ന ഇതാണ് 1 ഉണ്ടാകുന്ന ഓൾറെഡി അവിടെ ഉള്ള ലോഡിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അവിടെ ഓൾറെഡി ഉള്ള ഡയറക്ഷൻ ഏതാണ്, താഴേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായേക്കുന്നത് ഈ ഒരു ലോഡ് കാരണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ F13 കണ്ടുപിടിക്കാൻ ഒരു നെഗറ്റീവ് സൈൻ കൂടെ അവിടെ ഇട്ട് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ അതിൻ്റെ സിമിലർ ഒരു പ്രോബ്ലം ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ F13 ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ്, അതായത് ഇതിന് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൻ്റെ എന്ത് ചെയ്യണം, ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 1 എന്നുള്ള പൊസിഷൻ 2 എന്ന പൊസിഷനിൽ ഈ ഒരു വെർട്ടിക്കൽ ഓർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം ബൈ സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. ഓക്കെ, ഇത് 3L/EA ആണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ കിട്ടി, 3L/EA ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്, 1 × 3L ആണ്. സോ 1 × 3L എന്ന് പറയുന്നതാണ് അവിടുത്തെ മൊമെൻറ്റ്. M/EA ആയപ്പോൾ 3L/EA എന്ന് കിട്ടി. നമുക്ക് ട്രയാങ്കുലർ വേരിയേഷൻ തന്നെയാണ് കിട്ടുന്നത്. ഇത് 3L/EA ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് L ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് L ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈ പ്രോപ്പർട്ടി ഓഫ് സിമിലർ ട്രയാങ്കിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്ന് പറഞ്ഞാൽ 2L/EA എന്നും ഇത് L/EA എന്നും കിട്ടും. അതെത്രയും കണ്ടുപിടിച്ചിട്ട് കോൺജുഗേറ്റ് ബീമും വരച്ചിടുക. ഇനി F13 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഇതിന് ഇങ്ങോട്ടേക്ക് ഈ ഒരു ഇതിൻ്റെ ടോട്ടൽ ഏരിയ വേണം അല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്തു, ആദ്യം 2 ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതൊരു ട്രയാങ്കിളാണ് ആൻഡ് ദിസ് ഈസ് അനദർ ട്രയാങ്കിൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ഞാൻ ഈ ഒരു ട്രയാങ്കിൾ എടുക്കണം, ഹാഫ് ഇൻറ്റു 3L/EA ഇൻറ്റു ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്, L ആണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് L/3 ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ ഇറ്റ് ഈസ് 2/3 ഓഫ് L. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി തീർന്നില്ല, ഇതിന് ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ഇത്രയും കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ടേതാണ് ഈ ഒരു ട്രയാങ്കിൾ. അപ്പോൾ എന്ത് വരും, ഹാഫ് ഇൻറ്റു 2L/EA ഇൻറ്റു L ഇൻറ്റു ഇനി അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും, ഇറ്റ് ഈസ് L/3. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് F13 കിട്ടി. ഇനി F23 എന്ന് പറയുന്നത് എന്ത് വരും, ഹാഫ് ഇൻറ്റു F23 എന്ന് പറഞ്ഞാൽ ഇവിടത്തെയാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇത് 3L/EA ഇൻറ്റു ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോർഷനും എന്താണ് ഒരു ട്രപ്പിസോഡ് പോലെയാണ് വരുന്നത്. സോ അതിനെ ഞാൻ എഗെയിൻ 2 ട്രയാങ്കിളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ട്രയാങ്കിൾ, ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ ആൻഡ് ദിസ് ഈസ് അനദർ ട്രയാങ്കിൾ. ഓക്കെ അല്ലേ. അപ്പോൾ F23 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 2 ട്രയാങ്കിളിൻ്റെയും ഏരിയ എടുക്കുക, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് ഇൻറ്റു 3L/EA ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, ഇറ്റ് ഈസ് 2L ആണ്, ഇൻറ്റു 2/3 ഓഫ് ദിസ് 2L. കാരണം എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് 2L ആണ്. സോ അതിൻ്റെ 2/3 വേണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ 2/3 ഓഫ് 2L എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുമ്പോഴത്തേക്കും ഹാഫ് ഇൻറ്റു L/EA ഇൻറ്റു ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 2L ഇൻറ്റു ഇനി ഇവിടുത്തെ ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് അതെന്ന് പറയുന്നത് എത്ര വരും, ഈ 2Lൻ്റെ L/3 ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 28L³ ഡിവൈഡഡ് ബൈ 6EI എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത F33 എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L ആണ്, അതിൻ്റെ 1/3. സോ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 2L/3 എന്നാണ് കേട്ടോ ഇവിടെ വരുന്നത്. അത് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ 2L ആണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും, 2Lൻ്റെ 1/3. സോ 2L/3 എന്നാണ് വരുന്നത്. ചെയ്ത് നോക്കുക, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയുക. 28L³ ഡിവൈഡഡ് ബൈ 6EA. ഇനി F33 എന്ന് പറയുന്നത് എന്ത് വരും, ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഹാഫ് ഇൻറ്റു 3L/EA ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് 3L ആണ് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഇവിടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ത് വരും, 2/3 ഓഫ് 3L. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ വരും. ഇനി നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതണം അല്ലേ. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമുക്ക് മെട്രിക്സ് എഴുതാൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ മെട്രിക്സിൽ ഈ F11 F12 F13 എന്ന് എഴുതിയിരുന്നാൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം.
അതേപോലെ നമ്മൾ അങ്ങ് എഴുതി വെച്ചാൽ മതി ഇതിന്. നമ്മൾ എന്താണോ നൊട്ടേഷൻസ് കൊടുത്തത് അതേപോലെ അങ്ങ് എഴുതി വയ്ക്കുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് വി പി എം എന്നൊക്കെ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വി പി എമ്മിനെ ആദ്യം ഇങ്ങനെ എടുത്തെഴുതി. എന്നിട്ട് അതേ ഓർഡറിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് വിയും പിയും എമ്മും ഇല്ലാണ്ട് നമ്മൾ എടുത്തെഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെയുടെ ആവശ്യമില്ല, കാരണം നമ്മൾ ഡയറക്റ്റ്ലി വി ഈക്വൽ ടു 1 ആയിട്ടാണ്, അതായത് വെർട്ടിക്കൽ ലോഡ് 1 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ നമുക്ക് കിട്ടിയ ഈ F11 എത്ര കിട്ടി, നമുക്ക് L³ ഡിവൈഡഡ് ബൈ 3i എന്നാണ് കിട്ടിയത്. സോ അത് നമ്മൾ അതേപോലെ ഇവിടെ L³ ബൈ 3i എഴുതി. ഇനി F12 എന്ന് പറഞ്ഞാൽ എത്രയാണ്, F12 5L³ ഡിവൈഡ് ബൈ 6ci. സോ അതാണ് ഇവിടെ എഴുതേണ്ടത്. 1 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ട. ഇനി നമ്മളിതെല്ലാം അതേപോലെ അറേഞ്ച് ചെയ്ത് എഴുതുക. F11 ഇതെന്ന് പറഞ്ഞാൽ F11, F12, F13 ആൻഡ് F21, F22, F23 ആൻഡ് F31, F32, F33. ഓക്കെ, ഇങ്ങനെ എഴുതുക. ഇനി നിങ്ങൾക്ക് ഇത് കറക്റ്റാണോ അല്ലോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഒരു മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ് എന്ന് നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താലും നമുക്ക് സെയിം മെട്രിക്സ് തന്നെ വരും. അതായത് നിങ്ങൾ മെട്രിക്സ് ഒക്കെ പഠിച്ചപ്പോൾ, മാത്സിലൊക്കെ മെട്രിക്സ് പഠിച്ചിട്ടുള്ളതാണ്, അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഇഫ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇറ്റ് ഈസ് കോൾഡ് സിമെട്രിക് മെട്രിക്സ്. അതായത് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ എ എന്നുള്ള മെട്രിക്സ് എന്ന് വെച്ചോ. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് എന്താണ്, അതിൻ്റെ ഈ ഒരു മെട്രിക്സിൻ്റെ കോളത്തിനെ പിടിച്ച് ഞാൻ റോ ആയിട്ട് എഴുതുന്നു, എന്നിട്ട് റോയെ പിടിച്ച് കോളമായിട്ട് എഴുതുന്നു. അതായത് ഈ ഒരു ഇതിനെ എടുത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുക. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എ എന്നുള്ള മെട്രിക്സ് തന്നെ വരും. അതായത് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അങ്ങനെ ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ F12ഉം F21ഉം ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ F13ഉം F31ഉം ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ F23ഉം F32ഉം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റാണെന്നാണ് മീനിങ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു കുറച്ചുകൂടെ കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഡിറ്റർമിൻ ദ എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ദ കാൻഡിലിവർ ബീം ഷോൺ ഇൻ ഫിഗർ. ഇ ഈസ് ഫ്ലെക്ചറൽ റിജിഡിറ്റി ആൻഡ് എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കാൻഡിലിവർ ബീം തന്നിട്ടുണ്ട്. അതിൽ ബി എന്നുള്ള പോയിന്റിൽ തന്നെയാണ് നമ്മുടെ വെർട്ടിക്കൽ ലോഡും അവിടെ ഒരു മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പി എന്നുള്ള ഫോഴ്സ് ബീമിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ഷനൊക്കെ നോക്കി വയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് കൺസിഡർ ചെയ്യും. ആദ്യം ഞാൻ വെർട്ടിക്കൽ ലോഡാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കൺസിഡർ വെർട്ടിക്കൽ ലോഡ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ എടുത്ത് അതേപോലെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെർട്ടിക്കൽ ലോഡ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവിടെ ഞാൻ വി ഇട്ടാണ് ചെയ്തത്. ഇനി അങ്ങനെ വേണ്ട, നമുക്കറിയാമല്ലോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ലോഡുകളെല്ലാം എന്താണ്, യൂണിറ്റിയാണ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വി എന്നുള്ള അതേ ഡയറക്ഷനിൽ നമ്മൾ ഇവിടെ ആദ്യം വെർട്ടിക്കൽ ലോഡ് കൊടുത്തല്ലേ, അപ്പം അതേ ഡയറക്ഷനിൽ വി എന്നുള്ള അതേ ലോഡിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ഡെൽറ്റ V1 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, എന്താണ് ഞാൻ ബി എന്നുള്ള പൊസിഷനിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ വിയുടെ അതേ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ V1. ഇനി എന്താണ് ഈ ഡെൽറ്റ θ1 എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള പൊസിഷനിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ എന്തുണ്ട്, ആ ബി എന്നുള്ള പൊസിഷനിൽ ഒരു മൊമെൻ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ആ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, അവിടുത്തെ സ്ലോപ്പാണ്. സോ അതാണ് ഡെൽറ്റ θ1. ഞാനിത് ഇവിടെ എഴുതിയേക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡെൽറ്റ θ1 മാർക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഈ ഡെൽറ്റ θ1ഉം ഈ ഡെൽറ്റ θ1 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണ് എങ്ങനെ വരച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാറി വരച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഡെൽറ്റ V1 ആൻഡ് ദിസ് ഈസ് ഡെൽറ്റ θ1 അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനി ഒന്നുകൂടെ ഉണ്ട്, എന്താണ്, ഡെൽറ്റ H1 ഉണ്ട്. അതായത് ഞാൻ ഈ യൂണിറ്റ് ലോഡ് ഞാനിങ്ങനെ വെർട്ടിക്കലായിട്ട് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് പിയുടെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, പിയുടെ ഡയറക്ഷനിൽ ഞാൻ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഞാനിങ്ങനെ ഒരു വെർട്ടിക്കൽ ലോഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, ഇല്ല. സോ ഡെൽറ്റ H1 എന്ന് പറഞ്ഞാൽ 0 ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം എഴുതിയേക്കുന്നതിൻ്റെ മീനിങ് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് എന്ത് നൊട്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, ബട്ട് മീനിങ് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക.
ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ M/E ഡയഗ്രാം വരയ്ക്കണമെന്ന് പറഞ്ഞു. സോ ക്യാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡായിട്ട് ഫ്രീ എൻഡ് ആണ്. ലോഡ് എത്രയാണ് ഇവിടെ 1 ആണ്. സോ 1 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, L ആണ്. സോ അത് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, L എന്ന് വരും. L/EI എന്നാണ് M/E ഡയഗ്രാമത്തിന് വരുന്നത്. ഇനി ഒരു കാര്യം, നമ്മുടെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ബേസ് ലൈനിന് മുകളിലേക്ക് നമ്മൾ മൊമെൻറ്റ് വരച്ചത്, നമ്മൾ കൊടുക്കുന്ന ലോഡ് കാരണം ആ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്യാൻഡിലിവർ ബീമുണ്ട്, ഇവിടെ താഴേക്കാണ് ലോഡ് കൊടുക്കുന്നത്. സോ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. താഴേക്കല്ലേ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്നത് ഇങ്ങനെ ഒരു ലോഡ് കൊടുക്കുമ്പോൾ. സോ ഇറ്റ് ഈസ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഞാൻ പറഞ്ഞു ഒരു സെക്ഷൻ എടുത്തിട്ട് റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവാണ്. നമ്മളെടുക്കുന്ന ആ ഒരു, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ സൈൻ കൺവെൻഷനാണ്, റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് മുകളിലേക്ക് നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തത്. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നത്, നമ്മുടെ ബേസ് ലൈൻ ഇതാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ വരച്ച് താഴേക്കാണ് വരയ്ക്കുന്നത്, ആൻഡ് പോസിറ്റീവ് സൈൻ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ കോൺജുഗേറ്റ് ബീം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ΔV1 എന്ന് എന്താണ്, ΔV1 എന്ന് പറഞ്ഞാൽ ഈ ബി എന്നുള്ള പൊസിഷനിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അല്ലേ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബി ഡാഷിലുള്ള മൊമെൻ്റ് അല്ലേ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട്. അതെ, മൊമെൻ്റ് ആണ് നമ്മൾ. അപ്പം മൊമെൻ്റ് അറ്റ് ബി ഡാഷ്, അത് നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൂടി എഴുതി വെച്ചു കേട്ടോ, മൊമെൻ്റ് അറ്റ് ബി ഡാഷ്. അപ്പോൾ എന്തൊരു മൊമെൻ്റ് കണ്ടുപിടിക്കാൻ, ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ബേസ് L/EI ഇൻറ്റു ഇനി ഇതിൻ്റെ ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, ഇറ്റ് ഈസ് L, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇൻറ്റു ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വരും 2/3 ഓഫ് ആ ഡിസ്റ്റൻസ് എത്രയാണ്, L ആണ്. സോ 2/3 L. അപ്പോൾ നമുക്ക് ΔV1 കിട്ടി. ഇനി Δθ1 എന്ന് എന്താണ്, ഈ വെർട്ടിക്കൽ ലോഡ്, യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് കൊടുക്കുന്നതിൻ്റെ ഫലമായി മൊമെൻറ്റിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. മൊമെൻറ്റ് കാരണം അവിടെ എന്താണ് ഉണ്ടാകുന്നത്, സ്ലോപ്പാണ് ഉണ്ടാകുന്നത്, തീറ്റയാണ് ഉണ്ടാകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മൊമെൻറ്റ് എവിടെ ആക്ട് ചെയ്യുന്നത്, ബി എന്നുള്ള പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ബി ഡാഷിലുള്ള എന്ത് കണ്ടുപിടിക്കണം, മൊമെൻ്റ് അല്ല കണ്ടുപിടിക്കേണ്ടത്, ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ കോൺജുഗേറ്റ് ബീമിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞതാണ്. കോൺജുഗേറ്റ് ബീമിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മൊമെൻ്റ് എടുത്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കിട്ടും. ഇനി കോൺജുഗേറ്റ് ബീമിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്ത് കിട്ടും, അവിടുത്തെ സ്ലോപ്പാണ് കിട്ടുന്നത്. സോ നമുക്ക് ഇവിടുത്തെ Δθ1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ബി ഡാഷ് എന്നുള്ള പോയിന്റിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഫോഴ്സസിൻ്റെ എല്ലാം സം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് ഏതാ, ഇതാണ് അല്ലേ, ഇതാണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. സോ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. സോ ഹാഫ് ഇൻറ്റു L/EI ഇൻറ്റു L എന്ന് വരും. അതവിടെ നിൽക്കട്ടെ, L²/2EI എന്നാണ് വരുന്നത്. ബട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ഞാൻ ഇട്ടത്, നമ്മുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് നോക്കിയേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ മൊമെൻറ്റ്. പക്ഷേ നമുക്കിവിടെ ഈ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്ത വഴി ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് ഇങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമുക്ക് താഴേക്കാണ് എന്ത് ചെയ്തത്, സ്ലോപ്പ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഓക്കെ അല്ലേ. ഇനി ΔH1 എന്ന് എന്താണ്, ഈ ലോഡ് കൊടുക്കുന്നത് വഴി പിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ, ഇല്ല. സോ ഇറ്റ് ഈസ് 0. ഈ നെഗറ്റീവ് സൈനിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേണം ഒന്നുകൂടെ ഞാൻ പറയാം. ഈ യൂണിറ്റ് ലോഡ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും Δθ1 പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ബി എന്നുള്ള പൊസിഷനിൽ ഒരു യൂണിറ്റ് ലോഡ് കൊടുത്തപ്പോൾ അവിടെ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ലോപ്പാണ്. ഇവിടെ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ലോപ്പ് എങ്ങനെയാണ്, ഇങ്ങനെയല്ലേ വരുന്നത്. സോ ഇങ്ങനെ ആയിരിക്കും നമുക്കവിടെ ആംഗിൾ വരേണ്ടത്. പക്ഷെ നമുക്കിവിടെ ആംഗിൾ വന്നത് എങ്ങനെ, ഇങ്ങോട്ടേക്കാണ്. യൂണിറ്റ് ലോഡ് കാരണം ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ഉണ്ടാകുന്നത്. സോ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തത്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളടുത്ത് എന്തുവാണ്, വെർട്ടിക്കൽ റിയാക്ഷൻ കഴിഞ്ഞു. അടുത്ത് ഞാൻ മൊമെൻ്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം മൊമെൻ്റ് എങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബീം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു മൊമെൻറ്റാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു മൊമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിനെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാനല്ലേ നോക്കുന്നത്. സോ എൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ. നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു, ഇതാണ് നമ്മുടെ ബീമെങ്കിൽ താഴേക്ക് ലോഡ് ആക്ട് ചെയ്യുന്ന വഴി ഇതിനെ താഴേക്കാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇങ്ങനെയാണ് വരച്ചത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റാണ്. മൊമെൻറ്റ് എത്രയാണ്, യൂണിറ്റ് മൊമെൻ്റാണ് കൊടുക്കുന്നത്. 1 kN/m എന്ന് പറയുന്ന മൊമെൻ്റാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ മുകളിലേക്ക് റൊട്ടേറ്റ് ആവും. സോ നമ്മുടെ ഡിഫ്ലക്ഷൻ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ΔV2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ബി എന്നുള്ള പോയിന്റിൽ ഞാനൊരു യൂണിറ്റ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായി
വെർട്ടിക്കൽ ലോഡിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. വെർട്ടിക്കൽ ലോഡ് എങ്ങനെയാണ്? താഴേക്കാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? മുകളിലേക്കാണ്. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യണം. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത്. സോ ഡെൽറ്റ V2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. കാരണം എന്താണ്? നമ്മൾ ഈ മൊമെൻറ്റ് കാരണം ഇത് മുകളിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടെന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? മുകളിലേക്കാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒറിജിനലി ആദ്യമേ ലോഡ് V എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്ന എങ്ങോട്ടാണ്? താഴേക്കാണ്. രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മളവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി ഡെൽറ്റ θ2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൊമെൻ്റ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ലോപ്പ്. സോ നമുക്ക് എന്ത് വരും? ഡെൽറ്റ θ2 ഇങ്ങനെ വരും. അത് നമ്മൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇനി ഡെൽറ്റ H2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൊമെൻറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സോ ഇത് മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ആ ഡിഫ്ലക്റ്റ് ആവുന്ന സമയത്ത് പിയുടെ ഡയറക്ഷൻ ഇതാണ്. ഈ ഡയറക്ഷനിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് 0. ഇനി ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ചെയ്യണം? M/E ഡയഗ്രാം വരയ്ക്കണം. നമുക്ക് ഒരു കാൻഡിലോപ്പ് ബീം അതിൻ്റെ ഫ്രീ എൻഡിൽ ഒരു മൊമെൻറ്റ് M അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് കോൺസ്റ്റൻറ്റ് മൊമെൻ്റ് ആണ് വരുന്നത്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് വരുന്നത്. അതാണ് ഇവിടെ വരച്ചേക്കുന്നത്. മൊമെൻറ്റ് എത്രയാണ് ഇവിടെ? 1 ആണ്. സോ മൊമെൻറ്റ് 1 ആണ് 1/EI ഡയഗ്രാം എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 1/EI എന്ന് തന്നെ എഴുതണം കേട്ടോ. മൊമെൻറ്റ് എത്രയാണ്? 1 ആണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ഇവിടെ എന്തോ എഴുതിയേ? ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവ് എന്നാണ് എഴുതിയത്. അതുകൊണ്ടാണ് ബേസ് ലൈന് മുകളിലേക്ക് വരച്ചത്. ഇവിടെ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്. ശരിക്കും ഇത് വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതാണ് ബേസ് ലൈൻ എന്ന് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇതാണ് ബേസ് ലൈൻ. അതിൻ്റെ താഴേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ അല്ലേ? ഇനി അവിടുത്തെ കോൺജുഗേറ്റ് ബീമും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഡെൽറ്റ V2 എങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഡെൽറ്റ V2 എന്ന് പറഞ്ഞാൽ ബി ഡാഷിലുണ്ടാവുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയല്ലേ അത് ഡെൽറ്റ V2 എന്ന് പറയുന്നത്? ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ബി ഡാഷിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏരിയ എടുക്കുക. സോ 1/EI ആണ് എന്താണ്? ഹൈറ്റ് ഇൻറ്റു ഈ ഒരു ലെങ്ത്. അതെന്ന് പറഞ്ഞാൽ ഇൻറ്റു L. അപ്പോൾ 1/EI ഇൻറ്റു L ചെയ്യുമ്പോൾ അവിടുത്തെ ഏരിയ കിട്ടി. ഇനി അത് എവിടെ ആക്ട് ചെയ്യുന്നത്? അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ത് വരും? L/2 വരും. സോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എഴുതി. ആൻഡ് എഗെയിൻ അവിടെ ശ്രദ്ധിക്കുക എന്താണ്? ഇവിടെ വെർട്ടിക്കൽ ലോഡ് ഇവിടെ വെർട്ടിക്കൽ ലോഡ് എങ്ങനെയാണ്? താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ബട്ട് ഈ മൊമെൻറ്റ് M കാരണം മുകളിലേക്കാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്. സോ ഡെൽറ്റ V2 എന്ത് ചെയ്യണം? നമ്മൾ നെഗറ്റീവ് കൊടുക്കുക. ഇനി ഡെൽറ്റ θ2 കിട്ടാൻ എന്ത് ചെയ്യണം? θ2 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരച്ചേക്കുന്നതേ ഉള്ളൂ. ഇവിടെ വരുന്ന ആംഗിളാണ് θ2 എന്ന്, ഡെൽറ്റ θ2 എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ബി ഡാഷിലുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ. സോ 1/EI ഇൻറ്റു L, ദാറ്റ് ഈസ് L/EI. ഇനി വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 0. ഇനി മൂന്നാമത്തെ കേസ് നമ്മൾ എടുക്കുവാണ്. കൺസിഡർ ഹൊറിസോണ്ടൽ ലോഡ് പി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് വെർട്ടിക്കലും അതായത് ഈ ഒരു ഡെൽറ്റ വിയും ഡെൽറ്റ തീറ്റയും കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? M/EI ഡയഗ്രവും കോൺജുഗേറ്റ് ബീമൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊമെൻ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡെൽറ്റ വിയും ഡെൽറ്റ θ3 എന്തായി? 0 ആയി. ഇനി ഡെൽറ്റ H3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ ഒരു എന്താണ് ആക്സിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന വഴി അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് PL/AE ആണ്. P എന്ന് പറയുന്നത് അവിടുത്തെ ലോഡാണ്. ഇവിടെ നമ്മൾ P = എത്രയാണ്? 1. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൽ P = 1 യൂണിറ്റ് ലോഡാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? L/AE എന്ന് എഴുതാം. ഇനി നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത് ഈ ഡയറക്ഷൻ തന്നെയാണ്. അതേ ഡയറക്ഷൻ തന്നെയല്ലേ ഇതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് പോസിറ്റീവ്. ഇനി റിക്വയർഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ ആദ്യം ഇങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം. സോ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ എഴുതിയിടുക. അത് വെർട്ടിക്കൽ ലോഡ്, മൊമെൻറ്റ്, ഹൊറിസോണ്ടൽ ലോഡ് VMP. അതായത് ഫസ്റ്റ് വെർട്ടിക്കൽ ലോഡ് കാരണം വെർട്ടിക്കൽ ഡയറക്ഷനിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി വെർട്ടിക്കൽ ലോഡ് കാരണം തീറ്റ എത്രയാണ് വന്നത്. പിന്നെ വെർട്ടിക്കൽ ലോഡ് കാരണം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് വന്നത്. അതേപോലെ നമ്മൾ ചെയ്ത അതേ ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യുക. ഇനി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കറക്റ്റാണെന്ന് നോക്കുന്നത്? ഈ F12ഉം ഈ F21ഉം ഈക്വൽ ആണെന്ന് നോക്കുക. അതേപോലെ F13ഉം F23 ഈക്വൽ ആണെന്ന് നോക്കുക. F23ഉം F33ഉം ഈക്വൽ ആണെന്ന് നോക്കുക. എങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് 2 പ്രോബ്ലംസ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.